ഗുഡ് മോർണിംഗ്. കണ്ടില്ലേ, ചക്ക വേണേൽ വേരിയിലും കായ്ക്കുമെന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് പപ്പായ വേണമെങ്കിൽ ഇതുപോലെ ചെടിച്ചട്ടിയിൽ വയ്ക്കാം. ഒരു ചെറിയ ഡ്രമ്മാണ്, വാട്ടർ ഡ്രമ്മാണ്. അതിൽ നമ്മൾ പപ്പായ വെച്ചിരിക്കുന്നു. 4 അടി പൊക്കമുള്ളൂ. പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സൈഡിലൊക്കെ വന്നു തുടങ്ങി. ഇത്ര തന്നെ പൊക്കമുള്ളൂ. കുറച്ചുകൂടെ വയ്ക്കുമായിരിക്കും. 5 അടി 5.5 അടി പൊക്കം വയ്ക്കുമെന്ന് കൂട്ടിക്കോ. എങ്കിലും നമ്മൾക്കിതുപോലെ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കൃഷിയാണ്. കൃഷി തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് കാലത്താണ്. അപ്പോൾ ഇത് പപ്പായയാണ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചിയാണ്. നല്ല കുയിലിൻ്റെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. ഇതൊരു ഡ്രമ്മാണ്. ഇതിൽ നിറയെ ഇഞ്ചിയുണ്ട്. 2 പീസ് ഇഞ്ചി നമ്മളിതിൽ വെച്ചാൽ മതി. 2 പീസ് ഇഞ്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിറയെയാണ്. കിലോ കണക്കിന് ഇഞ്ചി എടുക്കാം. ഞാൻ എഗ്ഗിൻ്റെ മുട്ടയുടെ ഷെല്ലാണ്, മുട്ടത്തോട് പൊടിച്ചിട്ടിട്ട് കൊടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ വളം. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെയും പഴങ്ങളുടെയും തൊലി ഒക്കെ നമ്മളിതിൻ്റെ ചുവട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടിക്കൊടുത്താൽ അത് വേറെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. അതാണ് നല്ല വളം. പിന്നെ അതിൻ്റെ കൂടെ 2 തക്കാളിയും ഒരു വഴുതനയൊക്കെ തനിയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ അവരുടെ കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിറയെ ഡ്രമ്മ് നിറയെ ഇഞ്ചിയുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടും. 10-20 കിലോയോളം കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. ഇതുപോലെ ഡ്രമ്മിലാണ് നമ്മൾ കാന്താരി മുളകൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, ഡ്രമ്മിൽ കണ്ടോ. അതുപോലെ ഇനിയൊരു കാഴ്ച കാണിച്ചത് നിങ്ങൾക്ക് വാഴയാണ്. കണ്ടോ, വേണേൽ വാഴ ഡ്രമ്മിലും കായ്ക്കും. കണ്ടോ, ഡ്രമ്മിൽ, അതായത് പറമ്പിൽ വാഴ ഉണ്ട്, ദൂരമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറിക്കുക. ഒരു ഇലയുടെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കിച്ചൻ്റെ അടുക്കള വാതിക്കൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കള വാതിക്കൽ ഒരു മുരിങ്ങ, കണ്ടോ, മുരിങ്ങ നിറയെ കായ ഉണ്ടാവും. മഴ സമയത്ത് നമ്മൾ ഇതുപോലെ വെട്ടിക്കോതി നിർത്തും മുരിങ്ങ, എങ്കിലാണ് നിറയെ കായകളുണ്ടാകുന്നത്. മുരിങ്ങ ഈ വലിയ പടും മരമായിട്ട് വളർത്തരുത്. ഇങ്ങനെ കുറ്റിയായിട്ട് തന്നെ വെട്ടി നിർത്തുക. വർഷകാലങ്ങളിൽ വെട്ടി നിർത്തുക. കണ്ടോ, ഡ്രമ്മിലാണ് വാഴ വെച്ചിരിക്കുന്നത്. 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്ന് കാറ്റ് വന്ന് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്കിനി ഇലയൊക്കെ എടുക്കണമെങ്കിൽ പെട്ടെന്ന് കണ്ടില്ലേ, ഓടി വന്ന് ഇല എടുക്കാം. ഇത് നമ്മൾ കൊലയ്ക്ക് വേണ്ടിയല്ല, ഇലയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ഡ്രമ്മിലാണ് എൻ്റെ കൃഷികളൊക്കെ കൂടുതലും. പറമ്പിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ഞാനിങ്ങനെ സപ്പോട്ടയും ഒക്കെ വെച്ചിട്ടുണ്ട്. സപ്പോട്ടയൊക്കെ കായ്ച്ചു തുടങ്ങി. ഇത് ബനാന സപ്പോട്ടയാണ്, വലിയതാണ്. ഇത് വളരെ പിഞ്ചു കായാണ്, വളരെ വലിയ കായാവും. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3/4 കിലോ വലിപ്പമുള്ള കായ കിട്ടിയിരുന്നു. ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയതേ ഉള്ളൂ. മഴയായിരുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കൃഷി വീഡിയോ. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന കൃഷി സ്നേഹികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ഡ്രമ്മിൽ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. കിച്ചൺ ഗാർഡൻ സെപ്പറേറ്റ് ഉണ്ട് നമുക്കുള്ളിൽ. അത് ഞാനിനി ഓരോ വീഡിയോയിലും കാണിച്ചു തരും. ഇതാണ് നമ്മളിപ്പം ഇനി പിന്നെ ഒരുപാട് മുക്കുറ്റികളൊക്കെ ഇവിടെ നിന്ന് കിളുത്ത് നിൽക്കുന്നുണ്ട്. മുക്കുറ്റി, ഇതെല്ലാം മുക്കുറ്റികളാണ്. മുക്കുറ്റി ലേഹ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വന്നിട്ട് ഒരു ലെമൺ വൈനാണിത്. കണ്ടില്ലേ, ഇതിലിങ്ങനെ ചുറ്റിപ്പടർന്ന് കിടക്കുകയാണ്. ഇതിൽ നിറയെ കായ്കളുണ്ടാവും, പഴങ്ങൾ. ഇപ്പോൾ പറിച്ചു. നമുക്ക് രസത്തിലൊക്കെ ചേർക്കാൻ നല്ലതാണ്, ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ്. പുളിപ്പാണ്, അല്ലാതെ വലിയ പഴം എന്ന് പറഞ്ഞാൽ നല്ല മധുരമല്ല, വിറ്റമിൻ സിയുടെ കലവറയാണ്. ഇതാണ് അതൊന്ന്. അപ്പോൾ ഇനി ഇതുള്ളത് സ്പെഷ്യൽ പുളിയാറില. നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണ് പുളിയാറില വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് രസത്തിലിടാം. ഇത് തേങ്ങ കൂട്ടി ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ വളരെ നല്ലതാണ് പുളിയാറില. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ, കൊച്ചു വീഡിയോ ആണ്. ഓക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് കമൻറ്റ് ആൻഡ് പ്ലീസ് ഷെയർ. ഓക്കെ, താങ്ക് യു.